മോർണിംഗ് റിപ്പോർട്ടർ അതിഥിയിലേക്ക് കടക്കുകയാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ പ്രിയപ്പെട്ട ബാലതാരമായി മാറിയ ബാദുഷാ നായകവേഷത്തിലെത്തുന്ന മുംബൈ ടാക്സി ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. ജെയ്സൺ ടി ജോൺ തിരക്കഥയും സംഭാഷണവും എഴുതിയ ചിത്രത്തിൻ്റെ സംവിധാനം ഫാസിൽ ബഷീറാണ്. ഈ രാജ്യത്തിനെതിരെ യുദ്ധം തുടങ്ങുകയാണ്. ഇത് മുംബൈയാണ്. എന്ത് എവിടെ എപ്പോ പൊട്ടുവെന്ന് പറയാൻ പറ്റില്ല. ബാദിഷായാണെന്ന മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. മുംബൈ ടാക്സി ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ്. എന്താണ് ഇപ്പോൾ മനസ്സിൽ? നല്ല ടെൻഷനുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ഒരുമാതിരി ഒരു 50 സെൻറ്റേഴ്സിലുള്ള റിലീസുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക നല്ല റിസൾട്ട് ഉണ്ടാവുന്നു. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത്. അതിൻ്റെ ടെൻഷനാണോ ആദ്യം? അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ക്യാമറ ഫേസ് ചെയ്ത് കഴിഞ്ഞല്ലോ ഓൾറെഡി. ഇനിയിപ്പോൾ മൂവിയുടെ എന്താവും എന്നുള്ളൊരു ആശങ്ക ഒന്നുമില്ല. അതെ അതെ. എന്താ മുംബൈ ടാക്സി, മുംബൈ നഗരത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമ എന്നിങ്ങനെ കേട്ടു. മുംബൈ ടാക്സി മുംബൈ സിറ്റി കേന്ദ്രീകരിച്ച് എന്ന് പറയാൻ പറ്റില്ല. മുംബൈ ടാക്സി ആക്ച്വലി മുംബൈയിൽ ജോലി ചെയ്യുന്ന ഒരു ടാക്സി ഡ്രൈവർ, പുള്ളീനെ ബേസ് ചെയ്തിട്ട് പോകുന്നൊരു സ്റ്റോറിയാണ്. ഇപ്പോൾ ഒരു മലയാളി കുടുംബത്തിൽ അവിടെ ഒന്ന് സെറ്റിൽഡ് ആയേക്കണ ഒരു മലയാളി ടാക്സി ഡ്രൈവർ. അപ്പോൾ ആ റോള് എൻ്റെ റോളാണ്. അപ്പോൾ അതിൽ വരുന്നൊരു പാസഞ്ചർ, ഒരു ലേഡി. അപ്പം അങ്ങനെ ഒരു 1 ഡേ സ്റ്റോറിയാണ് മൂവി മൊത്തം. ഒരു ദിവസത്തെ കഥയാണ്. രാവിലെ സിറ്റിയിൽ വരുന്ന യുവതിയും ഈ ടാക്സി ഡ്രൈവറായിട്ട് വൈകുന്നേരം സിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഇടയിൽ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം. എങ്ങനെയായിരുന്നു ആ ഒരു ടീമിൻ്റെ കൂടെയുള്ള വർക്കൊക്കെ? എങ്ങനെയായിരുന്നു ടീം? ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാം. ഒരു 1 year ആയിട്ട് സംസാരത്തിലുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു അവരുടെ. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് സബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടപ്പോൾ. സ്റ്റോറിയെല്ലാം നല്ല ഒരു ത്രില്ലിംഗ് ആണ്. അപ്പം അങ്ങനെ കമ്മിറ്റ് ചെയ്ത് എല്ലാം നമ്മുടെ ഏജ് ഗ്രൂപ്പ്. ഡയറക്ടർ ഫാസിൽ ബഷീർ, റിയാസ് പ്രൊഡ്യൂസർ, പ്ലസ് പുള്ളി അതിലൊരു റോള് ചെയ്യുന്നുണ്ട്, ഒരു പോലീസ് ഓഫീസറിൻ്റെ റോള് ചെയ്യുന്നുണ്ട്. എന്താണ് ബാദിഷായുടെ വേഷം? ഒരു മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത കൊട്ടിത്തം നിറഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് താങ്കളുടേത്. അതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു തിരിച്ചുവരവ്. ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ ഒരു എന്താ പറയുക, വലിയ ജാടകളൊന്നും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു റോളാണ് ടാക്സി ഡ്രൈവർ. സ്ലാങ് പറയുന്ന. അതെ അതെ. എങ്ങനെയായിരുന്നു ഇത്രയും ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഒരു ക്യാമറയെ ഫേസ് ചെയ്യുമ്പോൾ? എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായത് കാരണം നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് കുറച്ച് റിലീവായെന്ന് തോന്നുന്നു. നമ്മളൊരു വലിയ ഡയറക്ടറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. 92-ലാണല്ലോ പപ്പയുടെ സ്വന്തം അപ്പൂസ് ഇറങ്ങുന്നത്. അതൊരു വലിയ ബാനർ, വലിയ ഫാസിൽ ഡയറക്ടർ മമ്മൂട്ടിക്കൊപ്പം പപ്പയെ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു അപ്പൂസ് എന്ന് പറയുന്നത്. ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മറക്കില്ല മലയാളി ആ മുഖം. ആ ഒരു സിനിമയ്ക്ക് അതിന് താങ്കളെ തേടി പുരസ്കാരങ്ങളൊക്കെയും എത്തിയിരുന്നു. പിന്നെ ഒരു വലിയ ഗ്യാപ്പ്, വർഷം 2015 വരെ എത്തി. എവിടെയായിരുന്നു ഇത്രയും നാൾ? ഇത്രയും നാൾ ഞാനിവിടെയൊക്കെ ഉണ്ടായി. പിന്നെന്താണെന്ന് വെച്ചാൽ ഫിലിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഫിലിമിൽ വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഒരു ഏജ് വരെയും എനിക്കങ്ങനെ ഫിലിമിൽ വരണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് ന്യൂ കമേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതല്ലേ, നീ ജസ്റ്റ് ഒരു ട്രൈ നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്. പിന്നെ നമ്മുടെ ഒരു ഫിൽമി ഫാമിലി തന്നെയാണ്. എൻ്റെ അങ്കിളാണ് കൊച്ചിൻ ഹനീഫ. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള വരവ്. അതെ. അപ്പോൾ അങ്കിളുടെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു ചാൻസ് എന്തെങ്കിലും തരണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ അത് സാധിച്ചില്ല. ഇനിയിപ്പോൾ സിനിമയിൽ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശമുണ്ടോ?
സിനിമയിൽ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് ഫിലിമിൽ. പിന്നെ ഈ ഒരു ഫിലിമിനെ ബേസ് ചെയ്തായിരിക്കും എന്ന് കരുതുന്നു എൻ്റെ ഒരു ഫിലിമി ഭാവി. അന്ന് ഈ ചിത്രത്തിന് ശേഷം ഈ മമ്മൂട്ടിയെയും ഫാസിലിനെയും ശോഭനയൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ഒരു പഴയ പരിചയമുണ്ടോ ഇപ്പോഴും? ഞാൻ ഫാസിൽ സാറിനെയും മമ്മൂക്കാനെയും കണ്ടിട്ടുണ്ട്, ശോഭന മാഡത്തിനെ കണ്ടിട്ടില്ല. ആ ഫിലിമിലും എനിക്ക് അധികം കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു, ഒരു സോങ് സീൻ ഉണ്ടായിരുന്നുള്ളൂ ശോഭന മാഡമായിട്ട്. മമ്മൂക്കാനെ ഞാൻ ഫങ്ഷൻസിനൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഫാസിൽ സാറിന് ഒരു പ്രാവശ്യം ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നു. ഈ ആ ചിത്രം നേരത്തെ പറഞ്ഞ പോലെ വല്ലാത്ത രീതിയിൽ ആളുകൾ താങ്കളെ ഇഷ്ടപ്പെടുകയും മനസ്സിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം, അങ്ങനെ ഒരു കഥാപാത്രം ചെയ്ത ആൾ. അതിനുശേഷം ഇപ്പം MBA പഠനമൊക്കെ ആണല്ലോ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ ചെല്ലുമ്പോൾ അന്നത്തെ പപ്പയുടെ അപ്പൂസ് എന്ന നിലയ്ക്കായിരുന്നു താങ്കൾ ഐഡൻറ്റിഫൈ പെട്ടിരുന്നത്? കൂട്ടുകാർക്കൊക്കെ അറിയുമായിരുന്നോ? അറിയാമായിരുന്നു. ഞാനിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എന്നെ ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ആളുകളുടെ ഫേസ്, അവരുടെ മനസ്സിലുള്ളൊരു മുഖം അപ്പൂസിൻ്റെ വലുതാവുമ്പോൾ എങ്ങനെയാണെന്നുള്ളവർ കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവാറുണ്ട്. അതെ, എനിക്ക് എല്ലായിടത്തും ആ ഒരു കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട്. കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഫാസിലിന്റെ ചിത്രത്തിലൂടെയാണ് വന്നത്. ഫാസിലിന്റെ ചിത്രമാണ് ഹിറ്റാക്കിയത്. പിന്നീട് അല്ലെങ്കിൽ ഒരു സിനിമാ മോഹം എന്ന ഒരാഗ്രഹം ഉണ്ടായപ്പോൾ ഫാസിലിനെ സമീപിക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും മൂവൊക്കെ നടത്തിയിരുന്നോ? ഫാസിൽ സാറ് ഇടയ്ക്ക് എടുക്കുന്നുള്ളല്ലോ, ഇപ്പോൾ മൂവീസ് അധികം എടുക്കുന്നില്ല. ഞാൻ സംസാരിച്ചായിരുന്നു ഫാസിൽ സാറിനെ. ഞാൻ ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, വേറെ ഒരുപാട് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഫാസിൽ സാറിനെ കണ്ട പ്രാവശ്യം സംസാരിച്ചായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഫിലിമിൽ വരണമെന്നുള്ള ഇതല്ല, അല്ലാതെ എനിക്ക്, കാരണം നമുക്ക് ഈ ഭാഗ്യം തന്നത് തന്നെ ഫാസിൽ സാറാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ സാർ എന്നെ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് ഇന്നും ആ ഒരു മൈലേജ്. ഇപ്പോൾ ഈ ഫിലിമാണെങ്കിൽ തന്നെ നമ്മൾ പറയുന്നത് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പയ്യൻ. അപ്പോൾ എന്തായാലും ഫാസിൽ സാറിൻ്റെ ഒരു ഇതാണ്. ഈ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആ ഒരു കാലമൊക്കെ എപ്പോഴും കുട്ടികൾക്ക് സിനിമ ഒരു മോഹമായിരിക്കും. സാധാരണ നമ്മൾക്കിപ്പോൾ നമ്മളുടെ ഗ്ലാമർ താരങ്ങൾ അവരെ പോലെയൊക്കെ ആകാനുള്ള ആഗ്രഹങ്ങൾ. താങ്കൾക്കാണെങ്കിൽ അത്തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു കാലഘട്ടത്തിൽ താരമായിരുന്നു, സിനിമ പശ്ചാത്തലമുള്ള കുടുംബം. ആ കാലഘട്ടത്തിൽ സ്കൂൾ അല്ലെങ്കിൽ +2 ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഇത്തരം ഒരു മോഹം ഉള്ളിൽ ഉണ്ടായിരുന്നു, ഒരു സിനിമയിലേക്ക് വരിക എന്നുള്ളത്? സിനിമയിലേക്ക് വരാനുള്ളൊരു മോഹമല്ല. എനിക്ക് അപ്പൂസിന് മുമ്പ് ഞാൻ ഒരു 2 മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പൂസിലേക്ക് സെലക്ട് ആവുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമുക്കൊരു അങ്ങനെ ഒരു സിനിമയിൽ ആ ഒരു പ്രായത്തിലധികം മോഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും പഠനത്തിലൊക്കെ കേന്ദ്രീകരിച്ച് പോകുമായിരുന്നു അതോ? ഇല്ല, അന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാഗ്രഹമില്ല. അവസാനമായി പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ മുംബൈ ടാക്സി വന്നു, ഇനിയിപ്പോൾ അടുത്ത പ്രൊജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ? 2 പ്രൊജക്റ്റ് ഡിസ്കഷനിലുണ്ട്. ഞാനത് കമ്മിറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയാ കാര്യങ്ങളൊന്ന് നോക്കാന്നല്ലേ. ഇന്ന് എവിടെയാ സിനിമ കാണുന്നത്? കൊച്ചിയിൽ? സിനിമ എനിക്ക് ഫാമിലിയുടെ കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വാപ്പ ഉമ്മ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, കുറേ നാളിന് ശേഷം കാണാറുണ്ട്. അപ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസിന് അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ നമുക്ക് സമയം ഇവിടെ മോർണിംഗ് റിപ്പോർട്ടിൽ അതിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഓണമൊക്കെ എത്താൻ പോകുന്നു, നല്ല ഒരു ഓണക്കാലം. ഈ പ്രത്യേകതയുള്ള ഓണമാണല്ലോ, ഒരു നായകനായി, ബാലതാരത്തിൽ നിന്നൊരു നായകനായി മടങ്ങിയെത്തുന്ന കാലം. ഏതായാലും എല്ലാ ആശംസകളും നേരുകയാണ്. ഭാവിയിലൊരു മികച്ച നടനായി മാറട്ടെ, മലയാളത്തിൻ്റെ പ്രിയ നടനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.